ദൈവത്തിന്റെ അതിപരിശുദ്ധമോ परमेश्वर के अधिपति नाम की स्तुति हो। മഹത്വപ്പെടുമാറാകട്ടെ. और एक बार प्रभु के चरणों में आने के लिए प्रभु ने मदद की, इसलिए प्रभु के नाम की महिमा हो। ഈ പുതുവർഷത്തിന്റെ ആരംഭ ആഴ്ചയുടെ അടുത്ത ആഴ്ചയിൽ, അതായത് ആദ്യത്തെ തിങ്കളാഴ്ചയിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ സൂം മീറ്റിംഗിൽ ആയിരിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. नया साल का प्रारंभ सोमवार के दिन हम सब मिलकर इस Zoom प्लेटफॉर्म में इकट्ठा होने के लिए प्रभु ने मदद की है, इसलिए प्रभु को धन्यवाद करता हूँ। പ്രിയ കർത്താവിന്റെ ദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം സൂക്ഷിക്കുവാൻ ദൈവമായ കർത്താവ് എന്നെ ബലപ്പെടുത്തട്ടെ. प्रभु के दास बोला जैसा आने वाला दिनों में, जैसा कई जगह में भी होकर भी इसमें ज्वाइन होकर प्रार्थना करने के लिए प्रभु मुझे भी मदद करे। പ്രിയ പാട്ടുകൾ പാടി നമ്മളെ ആനന്ദിപ്പിച്ച നമ്മുടെ ദൈവകൃപയിൽ നിർത്തിയ പ്രിയ ബ്രദർ പറയുകയുണ്ടായാലും അവിടെ 6 ഡിഗ്രിയാണ് തണുപ്പ്. ഞങ്ങളുടെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ഡിഗ്രി അതിൽ താഴെയൊക്കെയാണ് തണുപ്പ് വരുന്നത്. जैसे गीत गा की हमें आनंद किया हुआ जो शेर और एवं बोला है कि वहां पर 6 डिग्री ठंडी है करके, लेकिन हम जो रहते हुए जगह में कभी 0 और माइनस जैसा ठंडी हो जाता है. അത് ഞാനൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയുകയല്ല. ദൈവം അനുവദിക്കുമെങ്കിൽ ഞാൻ മീറ്റിംഗിൽ ഓൺലൈൻ നമുക്ക് എവിടെ വേണമെങ്കിലായിരുന്നു ദൈവത്തിന്റെ വചനം സൂക്ഷിക്കാൻ ഈ പ്ലാറ്റ്ഫോം നമ്മളെ സഹായിക്കുന്നല്ലോ. അതുകൊണ്ട് ദൈവം അനുവദിച്ചാൽ ഒരു പ്രാവശ്യം ഞാൻ അവിടെ ഇരുന്ന ദൈവത്തിന്റെ വചനം സൂക്ഷിക്കുവാനായി താല്പര്യപ്പെടുന്നതിനുള്ള സമയം ദൈവമായ കർത്താവ് നമുക്ക് ഒരുക്കട്ടെ. प्रभु का इच्छा है तो मैं जहाँ रहता है वहां से भी ज्वाइंट होके परमेश्वर के वचन का सेवकाई करने के लिए प्रभु ने मुझे भी अवसर दे. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനം ഞങ്ങൾ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയാണ് എന്നെ അവിടെ ബലപ്പെടുത്തുന്നതും അവിടെ നിർത്തുകയും ചെയ്യുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ വളരെ പ്രയാസമുള്ള, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് രുദ്രപ്രയാഗ് എന്ന് പറയുന്നത്. सभी को और एक बार मैं धन्यवाद देता हूँ और मैं आप लोगों से प्रार्थना विनती चाहता हूँ कि मैं जो रहते हुए जगह में वहां के सेवकाई के लिए आप सभी लोगों का प्रार्थना का जरूरी है. अगर आपका प्रार्थना नहीं है तो मैं वहां पर रह नहीं सकता है. ക്രിസ്ത്യാനികളുടെ ഒരു കൂട്ടം അവിടെ കാണാനേ സാധിക്കത്തില്ല, ക്രിസ്ത്യാനികളെ ഇല്ല. എന്നിരുന്നാലും നമ്മൾക്ക് ഒരു 70 കിലോമീറ്റർ അകലെയാണ് ഒരു ക്രിസ്ത്യാനിയെ അല്ലെങ്കിൽ ചർച്ചുകൾ കാണണമെങ്കിൽ നമ്മൾ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ളത്. क्रिश्चियन लोगों को वहां पर दिखाई नहीं देता है और मसीह लोगों को देखना है तो कम से कम 70 किलोमीटर दूर जाएगा तो वहां पर एक मसीह व्यक्ति को मिल सकता है. അതോടൊപ്പം തന്നെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അറിയാമല്ലോ. കൂടുതൽ അമ്പലങ്ങളും അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള കൂടുതൽ ക്ഷേത്രങ്ങളെല്ലാം അവിടെ ധാരാളമായി കാണുവാൻ സാധിക്കുന്നു. നമുക്ക് പരസ്യമായി ദൈവത്തിന്റെ വേല അറിയിക്കുവാനായിട്ട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. പാർട്ടി പൊളിറ്റിക്സ് അതൊന്നും നമ്മളെ അതിനായിട്ട് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന, വിലയേറിയ പ്രാർത്ഥനയെ ഞാൻ ഈ സമയത്ത് നിങ്ങൾ ചോദിക്കുന്നു. और दूसरा बात यह है कि वहां पर जो बहुत सारे मंदिर सब होने के कारण हम प्रकट में जाके प्रचार करने के लिए बहुत सारे मुश्किल होता है. वो भी नहीं है जो शासकीय लोग या राष्ट्रीय लोगों के रोकना भी बहुत वहां होता है. इसी कारण हमको प्रचार करना बहुत मुश्किल पड़ता है. उसी में आप लोगों का प्रार्थना का जरूरी है. എന്റെ മുഖവരകളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വേഗത്തിൽ തന്നെ ഒരു വളരെ ലളിതമായ ഒരു വചനചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. मेरे समय में वचन का सेवकाई के लिए मैं आगे बढ़ा रहा हूँ और एकदम सुंदर, एकदम कोमल एक वचन की और हम सब जानते हुए वचन की और मान जाएंगे. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് പെട്രിയോട്ടിക് അല്ലെങ്കിൽ ദേശഭക്തിക്കാരൻ എന്നുള്ള ഒരു വാക്ക്. हम सब सुना हुआ एक शब्द है देश का भक्ति करने वाला व्यक्ति के बारे. ആരാണ് ഒരു ദേശഭക്തി നിറഞ്ഞ ഒരു വ്യക്തി, ഒരു നാഷണലിസ്റ്റ്? ആരാണ് ഒരു ദേശത്തെ സ്നേഹിക്കുന്ന, ദേശത്തിന് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തി? देश में भक्ति करने वाला, देश में प्रेम करने वाला, देश के लिए लड़ाई करने वाला व्यक्ति कौन है? അദ്ദേഹം
ഒരു സത്യം നിറഞ്ഞ ഒരു ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള വിശ്വസിക്കുവാനായിട്ട് യോഗ്യമായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. वह एक सच्चा व्यक्ति होगा, उस पर हम भरोसा भी रख सकता है। അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു വിശ്വസ്തനായിരിക്കും. उसी के साथ वह एक विश्वस्त व्यक्ति हो जाएगा। അതോടൊപ്പം തന്നെ ആ ദേശത്തിന്റെ കൽപ്പനകളും ദേശത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിയമങ്ങൾ പാലിക്കുന്നവനായിരിക്കും ഒരു നല്ല ദേശഭക്തി ഉള്ള വ്യക്തി. उसी समय वो देश को इज्जत करने वाला, देश के सारे कानून है उसको पालन करने वाला व्यक्ति होगा, वो देश का भक्ति करने वाला व्यक्ति। നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ ഈ രാവിലെ ഒരുപക്ഷെ മനസ്സിലാവാത്ത ആണെന്ന് പറയുന്നത് വെച്ച് ആരും വിഷമിക്കേണ്ട. ഇത് നമുക്ക് പെയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്കിത് മനസ്സിലാക്കാം. ഇത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ദേശഭക്തി അല്ലെങ്കിൽ ഈ ദേശഭക്തിക്കാരനെ പറ്റി ഈ രാവിലെ ഈ വെളുപ്പിന് എന്തുകൊണ്ട് പറയുവാൻ ഞാൻ തീരുമാനമെടുത്തു. ये देश का भक्ति के बारे में मैं क्यों बोला है करके आप लोग सोच विचार ना करना, क्योंकि मैं ये भोर के समय ये बोलने के कारण मैं कदम कदम उसको आगे बताने के समय आपको समझ में आएंगे। ഈ ദേശഭക്തിക്കാരനെ പറ്റി പറയുവാൻ ചില കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടെന്നാൽ ദേശഭക്തിക്കാരൻ മുഖാന്തരം ചില ഗുണങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് പറയേണ്ടതായിട്ടുള്ള ചില സവിശേഷ ഗുണങ്ങൾ നമുക്ക് മുമ്പോട്ട് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ये देशभक्ति के बारे में बोलने के कारण ये हमें उनको अपने बारे में उसके कुछ गुणों को बताने के लिए होगा। ഒന്നാമത്തേതായിട്ടുള്ള കാര്യം, ഈ ദേശഭക്തി നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി തന്റെ ദേശത്തോട് ഒരു കൂറും ഒരു സ്നേഹവും ഉള്ളവനായിരിക്കും. ये जो देश का भक्ति करने वाला व्यक्ति अपना देश के लिए खड़ा होने वाला, उसमें प्रेम करने वाला, उसके लिए कुछ करने वाला व्यक्ति होगा। അതോടൊപ്പം തന്നെ തന്റെ കൂടെയുള്ളവരെയും കൂടി അത് ചിന്തിപ്പിക്കുവാൻ തക്കവണ്ണം, കൂടെയുള്ളവരെ കൂടി ഒരുമിച്ച് നിർത്തുവാൻ തക്കവണ്ണം താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരു നല്ല പെട്രിയോട്ടിക് അല്ലെങ്കിൽ ഒരു ദേശഭക്തിക്കാരൻ. आमीन। और देश का भक्ति करने वाला व्यक्ति ऐसा भी होगा कि उनके साथ खड़ा होने वालों को भी वो समझा के उन्हें भी आगे साथ में ले जाने वाला व्यक्ति होगा। ഒരു നല്ല വ്യക്തി, ഒരു ദേശഭക്തിക്കാരൻ ചുറ്റുമുള്ളവർക്ക് പ്രകാശം കാണിക്കുന്ന ഒരു പുതിയ പാത വെട്ടിത്തെളിച്ച് ആ വഴിയിലൂടെ നടത്തുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരു നല്ല ദേശഭക്തിക്കാരൻ. जैसा देश का भक्ति करने वाला व्यक्ति ऐसा होगा कि वो देश को उजियाला देने वाला और एक नया मार्ग खोलकर लोगों को उसी मार्ग में ले जाने वाला व्यक्ति होगा। കൃത്യമായ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും ദേശഭക്തി നിറഞ്ഞ. और जो कुछ निर्णय लेता है, आमीन, वो समझकर निर्णय लेने के लिए भी योग्य व्यक्ति होगा। അതോടൊപ്പം തന്നെ തന്റെ കൂടെയുള്ളവരെ എല്ലാം ചേർത്ത് നിർത്തുവാൻ തക്കണം ഒരു നല്ല കോർഡിനേറ്റർ ആയിരിക്കും. എല്ലാവരെയും നല്ല രീതിയിൽ ഐക്യതയോടെ പിടിച്ചു നിർത്തുന്ന ഒരു വ്യക്തിയായിരിക്കും നല്ലൊരു ദേശഭക്തിക്കാരൻ. और यह है कि वो व्यक्ति ऐसा होगा कि उनके साथ खड़े होने वाला लोगों को साथ में ले जाने के लिए, उन्हें सहारा देने के लिए, उन्हें समझाकर आगे लेके जाने वाला व्यक्ति होगा। തന്റെ ദേശക്കാരോട് അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവരുടെ നീഡ്ഫുൾ ആയിട്ടുള്ള നീഡി തിങ്സ് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഒരു മനസ്സ് ഉള്ള വ്യക്തിയായിരിക്കും ഒരു നല്ല ദേശഭക്തിക്കാരൻ. और उनके जो साथ खड़ा होने वालों की जरूरतों को जानते हुए उनका जरूरतों को भी पूरी करते उनको साथ में ले जाने वाला व्यक्ति होगा। ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇതെല്ലാം ദേശത്തിന് വേണ്ടി, തന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒരു നല്ല ദേശഭക്തിക്കാരൻ. इतना बातें बोलने के कारण यह है कि अपना देश के लिए एकदम काम का लायक एक व्यक्ति और देश को प्रेम करने वाला, देश के नियमों को पालन करके आगे बढ़ने वाला होगा जो देशभक्त करने वाला व्यक्ति। ഒരു ദേശത്തിലെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ ഇങ്ങനെയുള്ള ഒരു വ്യക്തി മുഖാന്തരം ആ രാജ്യത്തിന് ഒരു നല്ല ഡെവലപ്മെന്റ്, ഒരു നല്ല ഫ്ലറിഷിംഗ് സ്റ്റേജിലേക്ക് ആ രാജ്യം വരുവാനായിട്ട് ഇടയായിത്തീരും. ऐसा जो व्यक्ति होने के कारण उस देश एकदम आगे आगे बढ़ते जाने के लिए कारण हो जाएंगे.
നമ്മൾക്കറിയാം എല്ലാവർക്കും വളരെ സുപരിചിതനായ ഒരു നല്ല പെട്രിയോട്ടിക് ആണ് മഹാത്മാ ഗാന്ധിജി എന്ന് പറയുന്നത്. हम सब जानते हैं कि ये प्रीस लॉर्ड सभी लोगों के लिए अच्छा कार्य किया हुआ और ये स्वभाव वाला जो अपना देश के लिए खड़ा हो गया हुआ व्यक्ति है महात्मा गांधी जी. ഒരുപക്ഷെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്കൂൾ ജീവിതങ്ങളിൽ സ്കൂൾ പഠനകാലങ്ങളിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും താൻ ചെയ്ത ധീര പ്രവർത്തനങ്ങൾ, രാജ്യത്തിന് വേണ്ടി ചെയ്ത ചില നല്ല കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും അത് അറിയുകയും ചെയ്തിട്ടുണ്ട്. हमारा पढ़ाई के समय में स्कूल में या कॉलेज में पढ़ने के समय हम उनके बारे में, उसने देश के लिए क्या क्या किया है, उसी सारे कामों के बारे में हमने सीखा है, हम जानते हैं. ഇവിടെ ചില ഗുണങ്ങൾ ഞാൻ ഈ ഗാന്ധിജിയിൽ കണ്ടത്, അത് നമ്മൾക്കറിയാം ആരിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. സോ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുകൊണ്ട് നേരെ ഇത് നമുക്ക് ബൈബിളിലെ വചനത്തിലേക്ക് കണക്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. हमें उनके जीवन में जो मिला हुआ गुण वो कहाँ से मिला है, कि कहाँ से आया करके हम जानते हैं. उनके कुछ गुणों को लेकर मैं बाइबल का वचन के आधार में बताना चाहता हूँ. നമ്മൾക്കറിയാം ഇന്ത്യ മഹാരാജ്യത്തെ ബ്രിട്ടീഷ് കോളനി അധിനിവേശവൽക്കരിച്ചു, അതുപോലെ തന്നെ അതിനെ ഇന്ത്യ പിടിച്ചടക്കി. അപ്പോൾ അതിനെതിരായി നിന്ന ഒരു വ്യക്തിയായിരുന്നു ഗാന്ധിജി. हम जानते हैं कि हमारा भारत को हमें ब्रिटिश लोग आके कब्जा करके उन्होंने शासन करने के समय उनके विरुद्ध में खड़ा हो गया हुआ था जो गांधी जी. ബ്രിട്ടീഷുകാരുടെ ഒരു നയമായിരുന്നു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത്. ब्रिटिश लोगों का एक विचार ऐसा था, उनका एक काम ऐसा था कि वो एक चतुराई है, लोगों को तितर बितर करके उनके ऊपर अधिकार चलाना. നമ്മൾക്കറിയാം വേദപുസ്തകത്തിലും ഇത് കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിക്കുന്നുവെങ്കിൽ അതിന് നിലനിൽക്കുവാൻ സാധിക്കത്തില്ല എന്ന് വചനത്തിൽ നാം കാണുന്നു. हम वचन में पढ़ते हैं कि मरकुस का सुसमाचार 3रा अध्याय उसकी 24 आयत में हम देखते हैं, और यदि किसी राज्य में फूट पड़े तो वह राज्य क्यों कर स्थिर रह सकता है. സോ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ശത്രുക്കളും ഈ നയമാണ് ഇന്ത്യയിൽ ആവിഷ്കരിക്കുവാനായിട്ട് ഇടയായത്. शत्रु लोग हमारे भारत में भी इसी तरीका इस्तेमाल किया है, ഭിന്നിപ്പിച്ച് ഭരിക്കുക, तितर बितर करके उनके ऊपर शासन करना. ഇത് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു ശേഷി ഗാന്ധിജിക്ക് കഴിയുവാനിടയായി തീർന്നു. ഈ ശത്രുവിന്റെ നയം, ആ ഒരു പോളിസി, അത് കൃത്യമായി മനസ്സിലാക്കി അതിനെതിരെ പോരാടുവാനായിട്ട് ഗാന്ധിജിക്ക് കഴിഞ്ഞു. हमें शत्रु का इसे चतुराई, नहीं तो इनका उनका जो योजना है वो समझने के लिए अपने गांधी जी को हुआ है. ഞാനിത് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ചില സവിശേഷതകളുണ്ട് ഒരു നല്ല പെട്രിയോട്ടിക്, ഒരു നല്ല ദേശഭക്തിക്കാരന്റെ. ആ ഗുണങ്ങളെല്ലാം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ये बोलने के समय मैंने पहले बताया था कि देश का भक्ति करने वाला व्यक्ति का गुण क्या क्या होने वाला है. ഇവിടെ ശത്രുവിന്റെ നയം മനസ്സിലാക്കി ഗാന്ധിജിക്കും തന്റെ കൂടെയുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ ചേർന്ന് അതിനെതിരായി പോരാടുവാൻ കഴിഞ്ഞു. यहाँ पर हम देखते हैं कि शत्रुओं के जो चतुराई, उनके योजनाओं को समझकर उसके उनके अनुसार खड़ा होने के लिए या उनके विरुद्ध खड़ा होने के लिए उनको हुआ है. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഉറച്ച തീരുമാനമെടുത്ത് ശത്രുക്കൾക്കെതിരെ പോരാടുവാൻ തക്കവണ്ണം ഇദ്ദേഹം മനസ്സ് കാണിച്ചു. लेते हुए निर्णय में स्थिर होके खड़ा होके उसमें शत्रुओं के विरुद्ध लड़ने के लिए उन्हें हुआ है. നമ്മൾക്കറിയാം ഗാന്ധിജി എടുത്ത അതിനൊരു നയം എന്ന് പറയുന്നത് അഹിംസ എന്നൊരു നയമായിരുന്നു. गांधी जी उसके लिए लिया हुआ जो हमें निर्णय ये था कि अहिंसा मतलब किसी को भी मर डालने करें. നോൺ വയലൻസ്, ആരെയും ദ്രോഹിക്കാതെ, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ, വലിയ വിപ്ലവങ്ങളൊന്നും ഉണ്ടാക്കാതെ സമാധാനപരമായിട്ടുള്ള ഒരു ബാറ്റിലായിരുന്നു, ഒരു യുദ്ധമായിരുന്നു ഗാന്ധിജി നടത്തിയിരുന്നത്. हमें किसी को भी कुछ चोट ना पहुंचाते हुए किसी को कुछ हमें या सताते हुए नहीं है, लेकिन उसने लड़ाई के लिए आगे खड़ा हो गया. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഈ വെളുപ്പിനെ വന്നിരുന്നത് ഒരു ഹിസ്റ്ററി ക്ലാസ് കേൾക്കാനാണോ അല്ലെങ്കിൽ ഗാന്ധിജിയെ പറ്റി കേൾക്കാനാണോ എന്ന്.
शायद आप लोग सोचेंगे ये भोर को उड़ के आके एक हिस्ट्री क्लास लेने के लिए, नहीं तो गांधी जी के बारे में सुनने के लिए हम आए क्या? ഇത് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു ചരിത്രമായിട്ട് നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ये एक चरित्र विषय है करके हमारा दिल में रखकर हम वचन की ओर आएंगे. നാം ഇപ്പോൾ ശ്രദ്ധിച്ചു ഒരു ദേശഭക്തിക്കാരൻ ആരാണ്, ഒരു ദേശഭക്തിക്കാരന്റെ സവിശേഷതകൾ എന്താണ്, അതിന് പറ്റിയ ഒരു ഉദാഹരണവും നമ്മൾ ലോകത്തിൽ നിന്ന് നമ്മൾക്ക് ഏറ്റവും സുപരിചിതമായ ഒരു എക്സാമ്പിൾ നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. हम देशभक्ति करने वाले व्यक्ति के बारे में हम विचिंतन किया है, और जो उसका क्वालिटी क्या क्या होने वाला है, और उसके लिए एक उदाहरण हम सब जानने वाला एक व्यक्ति के बारे में ये दुनिया से हम सीखा है. നമ്മൾക്കറിയാം, നമ്മൾ എല്ലാവരും നമ്മുടെ രാജ്യത്തോട് കൂറുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്. हम सब जानते हैं कि हम सब लोग अपने राज्य को प्रेम करता है, राज्य के साथ खड़े होने वाला व्यक्ति है. ഒരു പക്ഷെങ്കില് നാം ഓരോരുത്തരും നമ്മുടെ ദേശത്തെ ഓർത്ത് അഭിമാനിക്കുന്നവരാണ്. शायद हम सभी लोग इस देश के बारे में सोचकर एकदम घमंड करने वाला है. ഒരു പക്ഷെ നാം നോക്കുമ്പോൾ നമ്മുടെ ഓരോ സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഞാൻ കേരളക്കാരനാണ്, ഞാൻ ഒറീസക്കാരനാണ്, ഞാൻ ഉത്തരാഖണ്ഡുകാരനാണ്, ഡൽഹിക്കാരനാണ്, അങ്ങനെ ഓരോ സ്റ്റേറ്റിലും വെച്ച് പറയുമ്പോൾ നമ്മൾക്കറിയാം വിവിധ സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്റ്റേറ്റിൽ പോലും, നമ്മുടെ ചെറുദേശത്തിൽ പോലും നമ്മൾ അഭിമാനം കൊള്ളുന്നവരാണ്. और जो दूसरा बात यह है कि हम अपना अपना देश के बारे में सोचेगा तो भी मैं केरला वाला हूँ, नहीं तो मैं उड़ीसा वाला हूँ, मैं झारखंड या उत्तराखंड, दिल्ली, अलग अलग देश का है करके बोलकर वहां के छोटे छोटे जगह का भी हम एकदम घमंड से या बात करते हैं. നമ്മൾക്കറിയാം, നമ്മൾ വചനം കേട്ടിട്ടുണ്ട്, നമ്മുടെ രാജ്യത്വം അത് സ്വർഗത്തിലാകുന്നു എന്ന്. क्योंकि हम वचन में सुनते हैं कि हमारा राज्य जो है वो स्वर्ग में. സോ നമ്മുടെ രാജ്യം ഏതാണ്? നമ്മൾ അഭിമാനിക്കേണ്ടതായിട്ടുള്ള, നമ്മൾ നമ്മുടെ പൗരത്വമുള്ള, നമ്മുടെ കൂറ് പുലർത്തേണ്ടതായിട്ടുള്ള നമ്മുടെ രാജ്യം അത് ഏതാണ്? हमारा राज्य कहाँ है? हमारा जो प्रेज़ द लॉर्ड राज्य तो कहाँ है? हमें प्रेज़ द लॉर्ड कौन सा राज्य के साथ हम खड़ा होना चाहिए? ബൈബിളിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് പലയിടങ്ങളിൽ കാണുവാൻ കഴിയും ദൈവരാജ്യത്തെ പറ്റി, അതോടൊപ്പം സ്വർഗരാജ്യത്തെ പറ്റി നമുക്ക് പല ഭാഗങ്ങളിലായിട്ട് കാണുവാനായിട്ട് സാധിക്കും. बाइबल में हम कई जगह में देखते हैं कि परमेश्वर के राज्य और स्वर्ग राज्य. ഞാൻ പറയുന്നത് ഗാന്ധിജിക്ക് അപ്പുറമായിട്ട് ഒരു നല്ല പെട്രിയോട്ടിക് ആയിട്ടുള്ള, ഒരു നല്ല ദേശഭക്തിക്കാരനായിട്ടുള്ള വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. मैंने जो गांधी जी के बारे में बताया, लेकिन उससे भी बढ़कर एक देश का भक्ति करने वाला, देश के लिए खड़ा हो गया हुआ जो व्यक्ति है प्रभु यीशु मसीह. ഒരുപക്ഷെ ഗാന്ധിജി ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത് ഈ യേശുവിന്റെ പ്രവൃത്തികൾ, നമുക്കറിയാം ഗാന്ധിജി യേശുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ട്, അത് വായിച്ചിട്ടുണ്ട്. സോ ഞാൻ പറയുന്നത് ഒരുപക്ഷെങ്കിൽ യേശുവിന്റെ പ്രവൃത്തിയും യേശു ചെയ്ത കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി ഇൻഫ്ലുവൻസ് ആയ ഒരു വ്യക്തിയായിരുന്നു ഗാന്ധിജി എന്ന് ഞാൻ പറയും. हम जानते हैं कि हमें गांधी जी पर यीशु मसीह के बारे में कहा है, उसने यीशु मसीह के बारे में सुना है, यीशु मसीह के जीवन से अनुकरण करके अपने जीवन में लेके आया है. इसलिए मैं बोल सकता है कि गांधी जी जो इसी अवस्था में आ गया है, यीशु मसीह को देखकर या यीशु मसीह के जीवन चरित्र देखकर उसको अनुकरण करके आया है. നമ്മൾക്കറിയാം കർത്താവായ യേശു ക്രിസ്തു സ്വർഗരാജ്യം, ദൈവരാജ്യത്തെ പറ്റി സുവിശേഷിച്ചും കൊണ്ട്, പ്രസംഗിച്ചും കൊണ്ട് പല ഉപമകളിൽ കൂടി നമുക്ക് ജനത്തോട് സുവിശേഷം അറിയിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. हम जानते हैं कि प्रभु यीशु मसीह परमेश्वर के राज्य के बारे में प्रचार करते हुए लोगों को सुसमाचार बता के आया है. അതുകൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ആ കാലഘട്ടത്ത് ആ ജനങ്ങൾ അല്ലെങ്കിൽ അവിടെ പാർത്തിരുന്നു, ഈവൻ ശിഷ്യന്മാര് പോലും വിശ്വസിച്ചിരുന്നു നമ്മൾക്ക് ഒരു നല്ല വിജയം നേടിത്തരുവാനായിട്ടുള്ള ഒരു വ്യക്തി യേശു ക്രിസ്തുവായിരിക്കും. റോമക്കാരെ എതിർക്കുവാനായിട്ട്, റോമക്കാർക്കെതിരെ വിപ്ലവം ചെയ്യുവാനായിട്ട് വരുന്ന ഒരു നല്ല പെട്രിയോട്ടിക് ആയിരിക്കും യേശു എന്ന് പോലും ആ കാലത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നു. केवल यही नहीं है, उस समय के जो लोग ये विश्वास करते थे, और चेहरे लोग भी ये विश्वास करते थे, वो चाहते थे कि
अपना देश को बचाने वाला, देश का भक्ति करने वाला, और जो रोमन सेना को भगाकर हमें एक राज्य स्थापित करके देने वाला यीशु हो सकता है। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു നല്ല കർത്താവ് യേശു ക്രിസ്തു നല്ല ഒരു പെട്രിയോട്ടിക് ആയിരുന്നു എന്ന്. इसलिए मैंने कहा है यीशु मसीह एक अच्छा देश भक्ति करने वाला व्यक्ति थे। പക്ഷെ ഗാന്ധിജി അത് കേട്ട് മനസ്സിലാക്കി ഇൻഫ്ലുവൻസ് ആയി. ഒരുപക്ഷെ നാം നമ്മുടെ തുടക്കം മുതൽ ഈ ബൈബിൾ വായിക്കുകയും കേൾക്കുകയും ദൈവരാജ്യത്തെ പറ്റി കർത്താവ് യേശു ക്രിസ്തു ശുശ്രൂഷിക്കുകയും കേൾക്കുന്നതാണ്. നാം എത്രത്തോളം ഇതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയി. हमें जैसे गांधी जी ने वो सुनकर, अगर यीशु मसीह का बातों को सुनकर यीशु मसीह के अनुकरण करने लगा है, तो हम बचपन से भी, हम पहले से भी परमेश्वर के वचन पढ़ने वाला, मनन करने वाला और जो प्रचार करने वाला है, हमारे जीवन में वो कितना प्रायोगिक में आया है। ഇതിനോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? हमें इसी के बारे में हमारा मन का विचार क्या होगा? നമ്മൾക്കറിയാം, കുറച്ച് കാര്യങ്ങൾ നാം കേൾക്കുകയുണ്ടായി. നമ്മൾ സവിശേഷതകൾ, ചില പ്രത്യേകമായ സവിശേഷതകൾ, ഒരു നല്ല ദേശഭക്തിക്കാരനുള്ള സവിശേഷത നമ്മൾ കേൾക്കുകയുണ്ടായല്ലോ. अच्छा देशभक्ति करने वाला व्यक्ति के गुणों के बारे में हमने जो सुना है, ഇനി നമ്മൾ അതെല്ലാം ദൈവികപരമായിട്ട് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ രാജ്യത്തോട് പുലർത്തേണ്ടതായിട്ടുള്ള ഒരു കൂറും സ്നേഹവും ഉണ്ട്. നമ്മുടെ ദൈവരാജ്യത്തിന് വേണ്ടി. നമുക്കറിയാം, കർത്താവ് യേശു ക്രിസ്തു നിലകൊണ്ടത് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. हम अभी परमेश्वर के राज्य के बारे में, हमारे देश के बारे में, हमें उसी में हम कैसा कर सकता है, क्योंकि यीशु मसीह उसी के लिए खड़ा हुआ है। നമ്മൾക്കറിയാം, നമ്മൾ ഓരോരുത്തരും ഈ ദൈവരാജ്യത്തിന്റെ കൂട്ടവകാശികളാണ്. हम जानते हैं कि हम हर एक लोग इस परमेश्वर का राज्य का साथ में खड़े होने वाले व्यक्ति हैं। മറ്റുള്ളവരെയോട്ട് ചേർന്ന് ഒരു നല്ല യുണൈറ്റഡ് ആയിട്ട് നമുക്ക് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. दूसरों के साथ मिलजुल कर हम खड़ा होना चाहिए। ഒരു പക്ഷേ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാനും, ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനും, മറ്റുള്ളവരെ പ്രകാശത്തിലേക്ക് നയിക്കുവാനും തക്കവണ്ണം നമുക്ക് സാധിക്കണം. हमें हमारे जीवन में ऐसा होना चाहिए कि एक दृढ़ निर्णय लेने के लिए दूसरे व्यक्ति को भी साथ में लेकर आगे बढ़ाने के लिए होना चाहिए। ഒരു നല്ല ദേശഭക്തിക്കാരൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നല്ല ഉറച്ചതായിരിക്കും. ഒരുപക്ഷെങ്കിൽ ആരും സഞ്ചരിക്കാത്ത വഴിയായിരിക്കും ഈ വ്യക്തി തിരഞ്ഞെടുക്കുന്നത്. हमें अच्छा एक देशभक्ति करने वाला व्यक्ति लेते हुए जो निर्णय एकदम दृढ़ हो सकता है, और ये भी हो सकता है कि दूसरा कोई भी नहीं चला हुआ एक नया मार्ग से होकर जाना। കർത്താവ് യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ ഒരുപക്ഷെ ആരും കടന്നു ചെല്ലാത്ത പാതയിലൂടെ കർത്താവ് യേശു ക്രിസ്തു കടന്നു ചെല്ലുകയും പാപികളെ തന്നെ നോക്കി പാപികൾക്ക് വേണ്ടി പല ഇടങ്ങളിലേക്കും കടന്നു പോകുവാനും അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരും, അവരെ ഈ പാതയിലേക്ക് കൊണ്ടുവരുവാനും കർത്താവ് യേശു ക്രിസ്തുവിന് സാധിച്ചു. प्रभु यीशु मसीह के बारे में हम जानते हैं कि प्रभु यीशु मसीह कोई भी नहीं चला हुआ उसी मार्ग पर चलते हुए जो पापियों को ढूंढ के उन्हें उद्धार में लेके आया है। നമ്മൾക്കറിയാം, മുക്കുവന്മാരെ തേടി കർത്താവ് യേശു ക്രിസ്തു ചെന്നു. അതോടൊപ്പം തന്നെ പാപികളെ തേടി, രക്തസ്രാവക്കാരിയെ സ്ത്രീയെ തേടി, ശമരിയക്കാരി സ്ത്രീയെ തേടി, അങ്ങനെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ, സമൂഹത്തിൽ താഴ്ന്ന നിലയിലുള്ളവരെ, ആരും വേണ്ടാതെ അല്ലെങ്കിൽ എല്ലാവരും തള്ളിക്കളഞ്ഞവരെ തന്നെ തേടി കർത്താവ് യേശു ക്രിസ്തു ചെല്ലുവാനിടയെ തീർന്നു. हम जानते हैं यीशु मसीह ने जब मच्छी पकड़ने वालों के पास गया है, और जो लघु बगाने वाला स्त्री, और जो समरिया स्त्री, और जो समाज में एकदम नीचे है करके सोचकर जो दुनिया अलग रखता है, लोग जो उसको इंकार करते हैं, जो अलग रखने वाला लोगों को ढूंढ के उस पापियों के पास यीशु मसीह चले गया। നമ്മൾക്കറിയാം, ഒരു നല്ല പെട്രിയോട്ടിക് ആയിട്ടുള്ള വ്യക്തി എല്ലാവരും തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും അവർക്ക് വേണ്ടി അവരുടെ ഓരോ ആവശ്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. जो हमें अच्छा एक देशभक्ति करने वाला व्यक्ति एकदम हमें नीचे है करके सोचने वाला, साधारण लोगों को भी साथ में लेकर उन्हें भी आगे बढ़ाने के लिए उनके लिए भी परिश्रम करने वाला व्यक्ति होगा। കർത്താവ് യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ അവൻ പാപികളുടെ പ്രാർത്ഥന കേൾക്കുവാനും ഏറ്റവും താഴെയുള്ള വ്യക്തികളുടെ വാക്കുകൾ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ടുന്നത് തക്ക സമയത്ത് ചെയ്തു കൊടുക്കുവാനും കർത്താവ് യേശു ക്രിസ്തുവിന് കഴിഞ്ഞു.
प्रभु यीशु मसीह ने ऐसा किया है कि जैसे एकदम नीचे का लोग है करके सोचने वाला लोगों का बात सुनने के लिए, पापी लोगों को भी बात सुनने के लिए और उनके जरूरतों को पूरी करने के लिए भी यीशु मसीह खड़ा हो गया है। അതോടൊപ്പം തന്നെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നയം എന്ന് പറയുന്നത് ഈ നോൺ വയലൻസ് അല്ലെങ്കിൽ അഹിംസ എന്നാണ്. ആരെയും ദ്രോഹിക്കുക, വളരെ സമാധാനപരമായിട്ട് എല്ലാവർക്കും നീതിയും സമാധാനവും നടത്തി കൊടുക്കുവാനായിട്ടാണ് കർത്താവ് യേശുക്രിസ്തു വന്നത്. और यीशु मसीह इस दुनिया में आया है कि और किसी को भी सताते हुए नहीं, किसी को भी कुछ चोट ना पहुंचाना, लेकिन हमें सभी को जब उद्धार में ले आने के लिए प्रभु यीशु मसीह आया है। ഓരോരുത്തരെയും തന്റെ പാതയിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം താൻ എടുത്ത തീരുമാനം, താൻ നടന്ന വഴിയിലേക്ക് മറ്റുള്ളവരെയും ആകർഷിച്ച് അവരെയും കൂടി ഇതിന്റെ പിന്നാലെ പിൻഗമിക്കുവാൻ തക്കവണ്ണം ആഹ്വാനം ചെയ്ത വ്യക്തിയായിരുന്നു കർത്താവ് യേശുക്രിസ്തു. प्रभु यीशु मसीह ऐसा किया है कि जो लेते हुए निर्णय में खड़ा होकर लोगों को अपना निर्णय की ओर लेके आने के लिए उनके लिए एक आदर्श व्यक्ति थे। ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് എപ്രകാരം ഒരു നല്ല പെട്രിയോട്ടിക് അല്ലെങ്കിൽ നല്ലൊരു ദേശഭക്തിക്കാരൻ നമ്മുടെ രാജ്യത്തോട്, നമ്മുടെ ദൈവരാജ്യത്തോട്, സ്വർഗരാജ്യത്തോട് എങ്ങനെ കൂറുള്ളവരായിരിക്കാം എന്ന് നാം ചിന്തിക്കണം. आमीन। एक अच्छा देशभक्ति करने वाला या स्वर्ग राज्य के बारे में, परमेश्वर के राज्य में जो भक्ति करने वाला एक व्यक्ति किस तरीका से होना चाहिए। മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഇപ്രകാരം കാണുന്നു. मत्ती का सुसमाचार 5वां अध्याय उसके 10वां आयत में हम ऐसा पढ़ते हैं। അവിടെ ഇപ്രകാരം കാണുന്നു, ആരെങ്കിലും എനിക്ക് വേണ്ടി പെർസിക്യൂട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി ജീവൻ ത്യജിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് ഈ കിങ്ഡം ഓഫ് ഹെവൻ ഉള്ളത്, അല്ലെങ്കിൽ അവർക്കാണ് ഈ സ്വർഗരാജ്യം ഉള്ളത് എന്ന് കാണുവാൻ സാധിക്കുന്നു. इधर हम देखते हैं कि मेरे कारण कोई अगर सताया जाता है, हमें उन्हीं के लिए परमेश्वर का या स्वर्ग राज्य। നമ്മൾക്കറിയാം, ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി ഒരാൾ രക്തസാക്ഷി ആയി കഴിഞ്ഞാൽ അവരെ ആ പാർട്ടി ഒരു നല്ല പെട്രിയോട്ടിക് ആയിട്ട് ആദരിക്കും. ഒരു പക്ഷെ നമ്മുടെ രാജ്യത്തിൽ തന്നെ പട്ടാളക്കാര് അവര് ദേശത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് മരിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ചക്രം കൊടുക്കും, അല്ലെങ്കിൽ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരിതുണ്ട്. हम जानते हैं कि एक पार्टी के लिए खड़ा होने वाला व्यक्ति अगर प्रेज़ द लॉर्ड मर गया है, या एक प्रेज़ द लॉर्ड आर्मी में खड़ा होकर, मिलिट्री में खड़ा होने वाला व्यक्ति अगर उसमें आपने जान दे दिया है, तो उनको उस साथ में खड़ा हुआ लोग उन्हें आदर करता है, उन्हें एक प्रेज़ द लॉर्ड पुरस्कार देके उन्हें लोगों के सामने ले आ जाता है। അവിടെ നാം നോക്കണം, മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അവസാനത്തോളം, തന്റെ ജീവന്റെ അവസാനത്തോളം വരെ പിടിച്ചു നിൽക്കുവാൻ ധൈര്യത്തോടെ ആ ഓരോ സ്റ്റെപ്പും എടുത്തു വെക്കുവാൻ തക്കവണ്ണം ഒരു നല്ല പെട്രിയോട്ടിക്കിന് സാധിക്കും. अगर हम देखते हैं कि वो अपना देश का भक्ति करने वाला व्यक्ति उस देश के लिए अच्छे कदम रख के अंत तक वो खड़ा हो जाता है। കർത്താവ് യേശുക്രിസ്തുവിനെ പറ്റി നാം ശ്രദ്ധിക്കുമ്പോൾ കുരിശ് വരെ, ആ കാൽവറി വരെ അവൻ ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു. തന്റെ അവസാനത്തുള്ളി രക്തം വരെ തന്റെ രാജ്യത്തിന് വേണ്ടി, നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നൽകുവാൻ ഇടയായി തീർന്നു. हम यीशु मसीह के बारे में हम जानते हैं कि उसने आमीन अंत तक जो खड़ा हो गया, जिस क्रूस का मृत्यु तक उसने जो खड़ा हो गया और उनकी आखिरी बूंद लहू तक अपना देश के लिए या हमारे लिए वह बहाया। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് യേശുക്രിസ്തു നല്ലൊരു പെട്രിയോട്ടിക് ആണ്. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നമ്മളെ ഓരോരുത്തരെയും അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു വ്യക്തി കർത്താവ് യേശുക്രിസ്തു. നാം ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് നിലകൊള്ളുന്നവരായിരിക്കണം. इसलिए मैंने कहा है यीशु मसीह एक देशभक्ति था, भक्ति करने वाला व्यक्ति था, और उसने जैसा लिया हुआ निर्णय में अपने लोगों को साथ में ले आने के लिए हमें लोगों को अपना स्वभाव के अनुसार रूपांतर करने के लिए योग्य व्यक्ति था। इसलिए हम उन्हीं के समान होना चाहिए। അതോടൊപ്പം തന്നെ അടുത്തൊരു വേദഭാഗം നമുക്ക് കാണുവാൻ, മത്തായിയുടെ സുവിശേഷം 5-ന്റെ 19 വാക്യം. മത്തായി സുവിശേഷം 5-ന്റെ 19 വാക്യം പ്രകാരം, ആകിയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. और उसी के समान हम देखते हैं कि मत्ती का सुसमाचार 5वां अध्याय उसके 19वां आयत में यहाँ पर ऐसा लिखा है कि इसलिए जो कोई इन छोटी आज्ञाओं में से किसी एक को तोड़े और वैसे ही लोगों को सिखाए,
वह स्वर्ग के राज्य में सबसे छोटा कहलाएगा, परंतु जो कोई उनका पालन करेगा और उन्हें सिखाएगा वही स्वर्ग के राज्य में महान कहलाएगा। അത് ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തി, उसको पालन करने वाला, उसको सिखाने वाला व्यक्ति। ഒരു നല്ല പെട്രിയോട്ടിക്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുകയും രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരും അതിനെ പ്രചാരണം ചെയ്ത് സുവിശേഷം അറിയിച്ച് തന്റെ രാജ്യത്തെ വിപുലീകരിക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു സ്റ്റേജിലേക്ക്, ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിരിക്കും നല്ല പെട്രിയോട്ടിക്. हमें राज्य के बारे में प्रचार करने वाला, राज्य को प्रेम करने वाला, राज्य के जो बातों को बाकी लोगों को समझा कि उस राज्य को आगे आगे बढ़ाने वाला व्यक्ति होगा एक देशभक्ति करने वाला व्यक्ति। അപ്പൊ നമ്മുടെ കർത്തവ്യം എന്താണ്? ഈ രാജ്യത്തിന് വേണ്ടി നിലകൊണ്ട് രാജ്യത്തിന്റെ നിയമങ്ങൾ, ഈ രാജ്യത്തിൻ്റെതോടൊപ്പം തന്നെ സ്വർഗരാജ്യത്തിൻ്റെതായ കൽപ്പനകൾ അനുസരിച്ച്, ദൈവരാജ്യത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് അതിനെ പ്രചാരണം ചെയ്ത് അതിനെ സുവിശേഷീകരിച്ച് നമ്മുടെ രാജ്യത്തെ വിപുലീകരിക്കുന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ കർത്തവ്യം എന്നുള്ളത്. एक मसीह व्यक्ति का जिम्मेदारी यही है कि अपने राज्य के बारे में प्रचार करना और राज्य के विषय लोगों को बताना, उसके बारे में सुसमाचार बोलना, उसी बारे में प्रचार करते हुए वो देश को आगे लेके आने वाला व्यक्ति होना चाहिए। 6:33 കാണുന്ന മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. मत्ती का सुसमाचार 6 अध्याय उसके 31 आयत में हम कहता है कि हमें पहले परमेश्वर के राज्य और धार्मिकता का खोज करो, बाकी सभी कुछ इसी के द्वारा मिल जाए। നമ്മൾക്കറിയാം, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. അവന്റെ രാജ്യം അന്വേഷിക്കുവാൻ തക്കവണ്ണം നാം തയ്യാറാകും. हमें वचन कहता है पहले परमेश्वर के राज्य का खोज करना चाहिए, उसी के लिए हमें राज्य को ढूंढना चाहिए। മത്തായിയുടെ സുവിശേഷം 7:21 വാക്യം ഇപ്രകാരം കാണുന്നു: സ്വർഗസ്നായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. हमें मत्ती का सुसमाचार 7वां अध्याय उसके 21 आयत में हम देखते हैं कि हमें परमेश्वर का, हमें स्वर्गीय पिता परमेश्वर का इच्छाओं को पूरी करने वाला स्वर्ग राज्य में प्रवेश करेंगे। നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടിയൊക്കെ പ്രചാരണം ചെയ്യുന്നു, സുവിശേഷം അറിയിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ആ കൽപ്പനകളൊന്നും അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ രാജ്യത്തിൻ്റെതെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല. हम शायद राज्य के बारे में प्रचार करता है, तो समाचार सुनाता है, लेकिन उनके आज्ञाओं को हम पालन नहीं करेगा तो हम उस राज्य के है करके बोलने के लिए नहीं होगा। നമ്മൾക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്തിലെ ചില നിയമങ്ങളും നിയമസംഹിതകളും ഉണ്ട്. അത് പാലിക്കുന്നവനെയാണ് ഈ രാജ്യത്തിന്റെ സിറ്റിസൺ, ഒരു പൗരത്വം ലഭിക്കുന്നത്. അത് ചെയ്യാത്തവനെ വിളിക്കുന്നത് ആന്റി നാഷണൽ, ദേശദ്രോഹി എന്ന് വിളിക്കുവാനിടയെത്തി. हम जानते हैं इस देश के कुछ कानून है, उसको पालन करने वालों को वो देश को प्रेम करने वाला कहता है। अगर उसको पालन नहीं करेगा तो वो देश का द्रोह या देश का विरुद्ध काम करने वाला व्यक्ति है करके कहला जाता है। ദേശത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന നാം ദേശത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുവാനും ദേശത്തിന്റെ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിന് വേണ്ടി കടപ്പെട്ടിരിക്കുന്നവരാണ്. हमें देश में रहने वाला या देश को प्रेम करने वाला व्यक्ति देश के हर एक कानूनों को हमें पालन करने वाला व्यक्ति होना चाहिए। അതോടൊപ്പം തന്നെ നമ്മുടെ ദൈവരാജ്യത്തിന് വേണ്ടി നാം സുവിശേഷം അറിയിക്കുമ്പോൾ, പ്രയത്നം ചെയ്യുമ്പോൾ, ദൈവരാജ്യത്തിന്റെ കൽപ്പനകൾ കർത്താവായ യേശുക്രിസ്തു ചെയ്തതുപോലെ തന്റെ പിതാവിന്റെ ഇഷ്ടമറിഞ്ഞ് ഓരോന്നും തന്റെ ഇഷ്ടമല്ല, പ്രാർത്ഥിക്കുമ്പോൾ പോലും പിതാവിന്റെ ഇഷ്ടം എന്നിൽ നടപ്പാക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ നാം ഓരോരുത്തരും സ്വർഗരാജ്യത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ആദ്യമേ അതിനു വേണ്ടിയിട്ട് ഇത് കൊടുക്കുവാൻ തയ്യാറാകണം. वैसा ही प्रेज़ द लॉर्ड, जैसा यीशु मसीह ने प्रार्थना किया है, आमीन, स्वर्गीय पिता का इच्छा क्या है करके समझकर उसी इच्छा अपने जीवन में पूरी होना चाहिए करके प्रार्थना किया, वैसा ही हमारे जीवन में भी होना चाहिए। हम परमेश्वर का इच्छाओं को जानकर, अपने इच्छा नहीं है, परमेश्वर की इच्छा हमारे जीवन में पूरी होने के लिए तत्पर होना चाहिए। നമുക്ക് 2 സുവിശേഷങ്ങളൂടെ ഉണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു: സകല ജാതികളോടും സാക്ഷ്യമായിട്ട് ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കണം. ഈ രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും.
वैसा ही मत्ती के सुसमाचार 24वां अध्याय उसके 14 आयत में भी हम देखते हैं, और इस राज्य का सुसमाचार सारे जगत में प्रचार किया जाना चाहिए। അതെ, നമ്മുടെ ഈ രാജ്യത്തിന്റെ സുവിശേഷം ഈ ലോകത്തിൽ എങ്ങും പോയി സുവിശേഷം അറിയിക്കുവാൻ, ഈ രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നവരാ. നമ്മളെ അതിനുവേണ്ടി ആഹ്വാനം ചെയ്ത കർത്താവ് യേശു ക്രിസ്തു നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുക. നാം ഓരോരുത്തരും അതിന് കടപ്പെട്ടവരാണ്. अपने राज्य के बारे में प्रचार करने के लिए आमीन प्रभु यीशु मसीह हमें दिया हुआ उस आदर्श है, उसने हमसे जो बोला हुआ हमें वचन के अनुसार नाम ये प्रचार करने वाला होना चाहिए। അതോടൊപ്പം തന്നെ ഒരു സുവിശേഷം കൂടിയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 4:43 വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 4:43 വാക്യം. അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. वैसा ही लूका का सुसमाचार 4 अध्याय उसका 43 आयत में हम देखते हैं, परंतु उसने उनसे कहा, मुझे और नगरों में भी परमेश्वर का राज्य का सुसमाचार सुनाना आवश्यक है। ഇവിടെ നാം കേൾക്കേണ്ടിരുന്ന ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് കർത്താവ് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി. क्योंकि यीशु मसीह ये समझा है कि उसने ये समझाता भी है कि क्योंकि मैं इसी के लिए भेजा गया हूं। നമ്മളെയും അതിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. हमें भी परमेश्वर उसी के लिए बुलाए गए हैं। ദൈവരാജ്യത്തിന്റെ സുവിശേഷം പട്ടണങ്ങളിലും മറ്റ് പ്രദേശങ്ങളിലും ഭൂലോകത്തിന്റെ എല്ലായിടത്തും പോയി സാക്ഷീകരിക്കുവാനായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു നമ്മളോടും ആഹ്വാനം ചെയ്തിരിക്കുന്നത്. यीशु मसीह हमसे भी यही कहा है कि परमेश्वर के राज्य के सुसमाचार गांव गांवों में और देश देशों में जाके प्रचार करने के लिए। ദൈവത്തിന് സ്തോത്രം. ഈ ഓരോ വാക്കുകളും നാം ഓരോരുത്തരും ഇതിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് ഒരു നല്ല ദേശഭക്തിക്കാരൻ നമ്മുടെ ദേശത്തോടും ഇന്ത്യ മഹാരാജ്യത്തോടും നമ്മുടെ ദൈവരാജ്യത്തോടും കൂറുള്ളവരായിരിക്കാൻ നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. हम हर एक लोग इसमें शामिल होकर आमीन अपना देश का एक अच्छा भक्त करने वाला व्यक्ति बनकर आमीन इसका प्रचारक होना चाहिए। എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ, കർത്താവ് യേശുക്രിസ്തുവും താൻ അവിടെ ആയിരുന്നപ്പോൾ അവർക്ക് വേണ്ടുന്ന പണം അല്ലെങ്കിൽ കരം കൊടുക്കുവാനായിട്ട് ഇടയായിട്ട് നമുക്കറിയാമല്ലോ വേദഭാഗം. क्योंकि हम जानते हैं यीशु मसीह भी उस देश का जो चुंगी देने के लिए तैयार हो गया है। അവിടെ നമ്മുടെ രാജ്യത്തിനായിട്ടുള്ള ചില നിയമങ്ങളും ചില നിയമസംഹിതകളും ഉണ്ട്. അത് ഓരോരുത്തരും നാം പാലിക്കുകയും അതോരോന്നും നമ്മൾ അനുസരിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ हम जानते हैं कि हमारा देश में कई सारे कानून है, उसमें हम पालन करते हुए उसी के अनुसार चलते हुए നാം ഓരോരുത്തരും ദൈവരാജ്യത്തിന്റെ കൽപ്പനകളും ദൈവരാജ്യത്തിന്റെ നിയമശാസനകളും അത് മനസ്സിലാക്കി അതിനുവേണ്ടി നിലകൊള്ളുന്നവരുമായിരിക്കണം. हम हर एक लोग परमेश्वर के राज्य का जो शासकीय कार्य है उसको जानते हुए उसी कामों में हम लगे रहना चाहिए। ഒരു നല്ല പെട്രിയോട്ടിക്കായി, ഒരു നല്ല ദൈവരാജ്യ ദേശഭക്തിയുള്ള നല്ലൊരു വ്യക്തിയായി നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. अच्छा एक देश भक्ति करने वाला व्यक्ति बनने के लिए परमेश्वर हम सबको मदद करे। നമ്മൾക്കറിയാം, ഒരു വ്യക്തിക്ക് സ്വമേധയായി ചെയ്യുവാൻ വളരെ പ്രയാസമാണ്. ഒരു വ്യക്തി കൂട്ടുണ്ടെങ്കിൽ മാത്രമേ, ഒരു ഐക്യമത്യം ഉണ്ടെങ്കിൽ മാത്രമേ, മറ്റുള്ള വ്യക്തിയോട് ഒരു നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ, ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇതിനെതിരായി നമുക്ക് പോരാടുവാൻ, ദൈവരാജ്യത്തിനെതിരായി വരുന്ന ശത്രുവിനോട് പോരാടുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. हम जानते हैं कि एक व्यक्ति अकेला नहीं हो सकता है, खुद का नहीं हो सकता है, लेकिन दूसरे एक व्यक्ति के साथ मिलकर, दूसरों के साथ मिलजुल कर अपना देश के विरुद्ध आने वाला शक्तियों को सामना कर सकता है। ഒരു പടയോട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുവാൻ വളരെ പ്രയാസമാണ്. ജയം പ്രാപിക്കുന്നത് നിഷ്ഫലമാണ്. एक सेना के विरुद्ध अकेला खड़ा होके लड़कर जीतना बहुत मुश्किल है। നമ്മൾ ഓരോരുത്തരും നല്ല ദേശഭക്തിയുള്ളവരായി ഒരുമിച്ച് ചേർന്ന് നിന്ന് ഈ ശത്രുവിനോട് പോരാടുവാൻ നമ്മൾ തയ്യാറാണ്. हम एक अच्छा देश भक्ति करने वाला व्यक्ति बनकर आमीन हम मिलजुल कर देश के विरुद्ध आने वाला शक्ति से लड़ने के लिए तैयार होना चाहिए। അതിനുവേണ്ടി ഈ ഒരു ചിന്താഗതി, ഈ ഒരു മനോഭാവം, ഈ ക്രിസ്തുവിന് വേണ്ടി പോരാടുവാൻ തക്കവണ്ണം ഈ ദേശഭക്തി നമ്മുടെ ഓരോരുത്തരുടെയും, ക്രിസ്തുവിന്റെ രാജ്യത്തിനോടുള്ള ദേശഭക്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വേണം, നമ്മുടെ മനസ്സിൽ വേണം. इसलिए ये विचार, ये चिंता हम हर एक लोगों के जीवन में मसीह के राज्य के लिए खड़ा होने वाला व्यक्ति बनने के लिए होना चाहिए.
ഈ വചനങ്ങൾ നമ്മളെ ഓരോരുത്തരെയും വീണ്ടും ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ये वचन हमारे एक लोगों को सामर्थ्य और हियाव दे. നമ്മുടെ ഒരു ദിവസം തുടങ്ങുവാനായിട്ട് പോവുകയാണ്. ആ ദിവസം മുഴുവനും നമ്മളെ ഈ വചനങ്ങൾ കർത്താവിന്റെ ദാസനും പ്രാർത്ഥിച്ചതുപോലെ ഉത്തേജനം തരുന്നതായിട്ടുള്ള, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം തരുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ദേശത്തെ, ഈ രാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചുകൊണ്ടും ആ രാജ്യത്തെ നോക്കി അതിനു വേണ്ടിയിട്ട് വേല ചെയ്യുവാൻ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. एक नया दिन हमारा शुरू हो जाता है. उसी समय प्रभु की दास प्रार्थना किया हुआ जैसा ये एक आदमी का उत्तेजन देने वाला होने के लिए इस वचन के द्वारा सभी लोगों को प्रभु मदद करे, एक आगे बढ़ोतरी के कारण हो जाए. ഈ വാക്കുകളാൽ ഞാൻ എൻ്റെ ഈ ചെറിയ സന്ദേശം ഉപസംഹരിക്കുന്നു. സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസൻ, എന്നെ കേട്ടിരുന്ന എല്ലാ സൂമിലുള്ള എല്ലാ ദൈവമക്കൾ, കർത്താവിന്റെ ദാസന്മാർ, ആന്റിമാർ, എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി എന്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട്, പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവജനത്തിൽ ഇരുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. इन वचनों से हम सभी को प्रभु आशीष करे. वचन बोलने के लिए अवसर दिया हुआ प्रभु के दास और शामिल हो गया हुआ सभी लोगों को हमें प्रभु यीशु मसीह के नाम से धन्यवाद देते हुए, आप लोग का प्रार्थना चाहते हुए मैं वचन से बैठता हूँ. प्रभु सबको आशीष करे. കർത്താവിന്റെ ദാസൻ എനിക്ക് വേണ്ടി ട്രാൻസ്ലേഷൻ ചെയ്ത കർത്താവിന്റെ ദാസനുണ്ട്. നന്ദി. आगे का समय प्रार्थना विषय के लिए समय. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരു പുതിയ വർഷത്തില് ഹല്ലേലൂയ, ആദ്യത്തെ ആമേൻ ഹല്ലേലൂയ തിങ്കളാഴ്ച ദൈവകരങ്ങളിൽ കർത്താവിന്റെ പാദത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാൻ ദൈവം സാവകാശം ഒരുക്കിയല്ലോ. കഴിഞ്ഞ വർഷം, കഴിഞ്ഞ 2024 ആമേൻ പലവിധമായ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയെങ്കിലും കർത്താവ് ജയോത്സവമായി നമ്മളെ നടത്തി. ഹല്ലേലൂയ. ആമേൻ ഉണ്ടായിരുന്ന എല്ലാ വിപത്തുകളിൽ നിന്നും